സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സത്യം മനസ്സിലാക്കാം. അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്താണ് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും മാനസാന്തരമാണ് സ്വർഗത്തെ, ദൈവത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും മാനസാന്തരം അത് ഒരു അനുദിന പ്രക്രിയ ആണോ? അല്ലെങ്കിൽ മാനസാന്തര അനുഭവത്തിന് ഞാനും നിങ്ങളും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു നിൽക്കുന്ന അവസ്ഥ ആണോ? നമ്മളുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മാനസാന്തരത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്താണ്? ഇതെല്ലാം നമ്മളൊന്ന് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്ന ഒരു ദൈവികമായ പ്രക്രിയയാണ്. ശരിക്കും നിരന്തരം ദൈവത്തിനോട് കൂടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങൾ, അവരുടെ ജീവിത രീതികൾ എപ്പോഴെല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോകുന്നുവോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവോ, അപ്പോൾ ആ മനസ്സിനുണ്ടാകുന്ന, ആ വ്യക്തിക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു തിരിച്ചുവരവാണ് ശരിക്കും മാനസാന്തരം എന്ന് പറഞ്ഞാൽ. സുവിശേഷങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷത്തിൽ സ്നേഹം ദൂത്തടിച്ച ഒരു പിതാവിൻ്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ദൂത്തപ്പത്തിൻ്റെ ഉപമ എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആഴങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും സ്നേഹം ദൂത്തടിച്ച ഒരു പിതാവിൻ്റെ ഉപമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മൾ ആ ദൂത്തടിച്ച ആ മകൻ്റെ മനോഭാവത്തിലേക്ക് വരുമ്പോൾ ലൂക്കാ സുവിശേഷം 15-17 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടന്നപ്പോൾ, തകർച്ചയുടെ ഏറ്റവും അടിത്തട്ടിലെത്തിയപ്പോൾ, അവൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ അവനെ സുബോധത്തിലേക്ക് നയിച്ചത് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവൻ അനുഭവിച്ച ദൈവസ്നേഹത്തിൻ്റെ ആഴമായിരുന്നു. ശരിക്കും അതാണ് അപ്പോൾ അവന് സുബോധമുണ്ടായത്. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് അവൻ്റെ മനസ്സ് തിരിച്ചു വന്നപ്പോൾ അവൻ മാനസാന്തരത്തിലേക്ക് അവൻ്റെ മനസ്സ് കടന്നു വരിക. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് നമ്മൾ എപ്പോഴെല്ലാം ഓടി അകന്നു പോകും, ആ ഓടി അകലിച്ച ദൈവസ്നേഹത്തെ പ്രതി
എൻ്റെ ഹൃദയത്തിലുള്ള ദൈവിക സാന്നിധ്യത്തെ പ്രതി വീണ്ടും നമ്മൾ തിരിച്ച് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിരന്തരം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ദൈവിക പ്രക്രിയയാണ് മാനസാന്തരം. പാപം ചെയ്യുക മാനുഷിക, പക്ഷേ ക്ഷമിക്കുക, മാനസാന്തരപ്പെടുക അത് ദൈവികമാണ്. ഞാൻ ആലോചിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ യേശു നിക്കോദേമോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. ശരിക്കും മാനസാന്തരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീണ്ടും ജനനമാണ്. നമ്മൾ ലോകത്തിൻ്റെ അരൂപിയിലാണെങ്കിൽ, പാപാവസ്ഥയിലാണെങ്കിൽ അവിടെ നിന്നും ഒരു വീണ്ടും ജനനം, ആത്മാവിലും ജലത്തിലും നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തിന് അനുരൂപരായിട്ട് മാറി അനുരൂപരായിട്ട് ജീവിക്കുക. ഇതാണ് മാനസാന്തരം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മാനസാന്തരത്തിൽ എന്നെ ഒത്തിരി അധികം ഒരു വ്യക്തിയുടെ മാനസാന്തരം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ പൗലോസ്. നമുക്കറിയാം, ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ അധികാരപത്രം വാങ്ങിച്ച് ദമാസ്കസിലേക്ക് പോകുന്ന സാവൂൾ, സഭയെ ഘോരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, സ്റ്റെഫാനോസിനെ വധിച്ചവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ച് ആ വധത്തെ അനുകൂലിച്ച സാവൂൾ, അത്രമാത്രം സഭയ്ക്കെതിരെ പ്രവർത്തിച്ച സാവൂൾ ദമാസ്കസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സാവൂളിന് സംഭവിച്ച കാര്യം. അവിടെ ഒരു 360 ഡിഗ്രി ടേൺ അറൗണ്ടാണ്. കർത്താവിനെ എത്രമാത്രം വേദനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവോ അത്രമാത്രം ശക്തിയോടെ, അത് ഒരുപക്ഷെ അതിലേറെ തീക്ഷ്ണതയോടുകൂടി തിരിച്ചു വന്ന് കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സാവൂൾ അവിടെ മാനസാന്തരപ്പെട്ട പൗലോസായിട്ട് മാറുന്നത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. അവിടെ ഞാൻ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടി കാണാൻ സാധിക്കും. ആദ്യം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പൗലോസ് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആത്മാവിൽ വളരുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അനുദിന മാനസാന്തരം, വീണ്ടും മാനസാന്തരം പൗലോസിൽ സംഭവിക്കുന്നുണ്ട്. ആദ്യം യേശുവിനെ കണ്ട പൗലോസ് പിന്നീട് റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ പൗലോസ് പറയാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോഴും സ്വന്തം ജീവിതത്തിലുള്ള കുറവുകൾ കണ്ട് ആ കുറവുകളെ ഇനിയും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന പൗലോസ് വീണ്ടും കുറേ കഴിയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല ഓട്ടമോടി. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. അത്രമാത്രം വിശുദ്ധിയുടെ പദവിയിലേക്ക് 7-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പം അത്രമാത്രം വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയരുവാനായിട്ട് പൗലോസിന് സാധിച്ചത് സാവൂളിൽ നിന്നും ആ ജീവിത അന്ത്യം വരെയുള്ള പൗലോസിൻ്റെ ജീവിതത്തിൽ അനുദിന മാനസാന്തരം വിശുദ്ധിയുടെ പടവുകൾ കയറി ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മൾ മാനസാന്തരത്തിൽ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടരുത്, അത് അനുദിനം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് പാപബോധമില്ലായ്മയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായത്തിൽ 10-ാം വചനം ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, അതിൽ ഖേദത്തിന് അവകാശമില്ല. ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത പാപബോധവും കുറ്റബോധവും ഈ 2 അവസ്ഥകളാണ്. ഇന്ന് പലരും കാണുന്നതാണ് പാപബോധം പരിശുദ്ധാത്മാവ് വരുന്നൊരു ഗിഫ്റ്റാണ്. ശരിക്കും ഈ മാനസാന്തരത്തിലേക്ക് വരുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നിരന്തരമായ ഒരു പാപബോധത്തിൻ്റെ അവസ്ഥ. ആ സമയം കുറ്റബോധം അങ്ങനെയല്ല. കുറ്റബോധം നമ്മളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥ. ഇനി ഞാൻ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം, ഇനി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പാപം ചെയ്തു. ആ ഒരു കുറ്റബോധത്തിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും ആ കുറ്റബോധത്തിൽ അടിമപ്പെട്ട് കഴിയും. പിന്നെ പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒരു കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾക്കും നമുക്ക് മനസ്സ് അനുവദിക്കില്ല. കാരണം അവൻ കുറ്റബോധത്തിന് അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തിത്വമായിട്ട് മാറുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെ വിശുദ്ധ പത്രോസും യൂദാസിയുടെ അവസ്ഥ. വിശുദ്ധ പത്രോസ് ശരിക്കും പറഞ്ഞാൽ പാപബോധത്തിന് ഉടമയായിരുന്നു. അവൻ
യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അപ്പോൾ കോഴി കൂവി. പത്രോസും യേശുവും പരസ്പരം നോക്കിയെന്ന് പറയുന്നത്. അപ്പോൾ അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞുവെന്ന വചനം പഠിപ്പിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിലെ പശ്ചാത്താപം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. പക്ഷേ യുദാസിൻ്റെ മനോഭാവം അങ്ങനെയല്ലായിരുന്നു. അവൻ ചെയ്ത തെറ്റ് തന്നിലേക്ക് തന്നെ ഒതുക്കിക്കൊണ്ട് ഞാൻ യേശു ഒറ്റുകൊടുത്തു, ഞാൻ ആ പാപത്തിലേക്ക് തന്നെ അവൻ സ്വയം ഇറങ്ങിച്ചെല്ലുന്നൊരവസ്ഥയാണ് നമുക്ക് യൂദാസിൽ കാണാൻ സാധിക്കുന്നത്. ദൈവത്തെ നമുക്ക് വിൽക്കാൻ കഴിയും, പക്ഷേ പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. യൂദാസ് യേശുവിനെ വിറ്റു. എന്നാൽ യഹൂദർ വിചാരിച്ചു യേശുവിനെ പണം കൊടുത്ത് വാങ്ങാമെന്ന്. അത് നടന്നില്ല. പിതാവിൻ്റെ പദ്ധതി പ്രകാരം യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. അപ്പോൾ നമ്മുടെ മനോഭാവം എവിടെയാണ്? പാപബോധത്തിലാണോ കുറ്റബോധത്തിലാണോ? അപ്പോൾ എനിക്കും നിങ്ങൾക്ക് നിരന്തരം വേണ്ടത് നിരന്തരം പാപബോധത്തിലായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ അഭിഷേകത്തിലായിരിക്കും. ബ്രദർ പറയുന്നതിനോട് ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ അനുദിനം അനുതാപത്തിലേക്ക് നമ്മൾ കടന്നു വരണം, അല്ലേ? ദിവസവും ഓരോ നിമിഷവും ഉള്ള അനുതാപം. ആ ഓരോ നിമിഷമുള്ള അനുതാപം നമ്മളെ വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അത് നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുകയും. ശരിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള ആ ദൈവിക സാന്നിധ്യത്തെ, ദൈവിക സ്വരത്തെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവായി മാനസാന്തരം. എന്ന് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നുവോ അത് കുറ്റബോധത്തിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ മനസ്സാവപ്പെടണം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും. ഈ പ്രസാദവര സഹായ ശരിക്കും നമ്മളിലുള്ള ആ ദൈവിക സാന്നിധ്യം, ദൈവിക അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പം നിരന്തരം ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ മാനസാന്തര പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, അപ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വലിയൊരു കാര്യം, അതായത് നമ്മളിപ്പോൾ പുറത്ത് ഒരു 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 പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ, ഒരു കല്യാണത്തിന് പോവുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും, നന്നായിട്ട് ഒരുങ്ങിയതിന് ശേഷം നമ്മൾ നല്ലൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ തന്നെ നോക്കും. നമ്മളിൽ എന്തെല്ലാം കുറവുകളുണ്ട്, എൻ്റെ ഷർട്ട് നല്ലതായിട്ടുണ്ടോ, എൻ്റെ സാരി നന്നായിട്ടുണ്ടോ, എവിടെയെങ്കിലും ചുളിവുണ്ടോ, മുടി എങ്ങനെയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കും. ഇതുപോലെ തന്നെ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണിക്കുന്ന ഇത്ര സൂക്ഷ്മമായ ഈ നിരീക്ഷണം നമ്മൾ ശരീരത്തിൽ ഇത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ എത്രമാത്രം കൂടുതലായിട്ട് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതുപോലെ തന്നെ നല്ലൊരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മുടെ ആത്മാവിനെ നിർത്തിക്കൊണ്ട് നമ്മുടെ ആത്മാവിലുള്ള പോരായ്മകൾ, കുറവുകൾ നമ്മൾക്കും കണ്ടെത്തി അവയെ പരിഹരിക്കലാണ് ശരിക്കും മാനസാന്തരം, അല്ലെങ്കിൽ അനുതാപം, മാനസാന്തരം എന്ന് പറയുന്നത്. ശരിക്കും അതിന് നമ്മൾ തന്നെ തയ്യാറാകണം. ശരിക്കും ഞാൻ ആലോചിക്കുകയാണ്, ഒരിക്കലൊരു വിശുദ്ധം പറയുകയുണ്ടായി, നമ്മൾ അഴുക്ക് പിടിച്ച ഒരു മുറിയിലേക്ക് നമ്മൾ കടന്നു വരിക. ഒട്ടും ക്ലീനല്ല, ഒത്തിരി വൃത്തിഹീനമായ അവസ്ഥ, എല്ലാ സാധനങ്ങളും മാറി മറിഞ്ഞ് കിടക്കുന്നു, ഒത്തിരി ആർക്കും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയാത്തൊരവസ്ഥ. അത് ക്ലീൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന അഴുക്കും പൊടിയെല്ലാം വൃത്തിയാക്കും, മേശയും കസേരയെല്ലാം നേരെയിടും. അതിനുശേഷം നമ്മളൊന്നും കൂടി മാറി നിന്ന് നോക്കിക്കഴിയുമ്പോൾ ആ മേശയുടെ അടിയിലും കോർണറിലെല്ലാം പിടിച്ചിരിക്കുന്ന അഴുക്ക് നമ്മൾ കാണും. പിന്നെ ചെന്ന് നമ്മൾ അവിടെയും ക്ലീൻ ചെയ്യും. അങ്ങനെ ആ മുറിയുടെ മുക്കും മൂലയിലെല്ലാം പിന്നീട് മാറി നോക്കും. അവർ കൂടുതൽ വൃത്തിയാക്കും തോറും കൂടുതൽ എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിലും. നമ്മൾ കുമ്പസാരിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നു, നല്ല കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളിലുള്ള കുറവുകൾ കാണിച്ചു തരും. ആ കുറവുകൾ കാണിച്ചു തരുമ്പോൾ ആ കുറവുകൾ വീണ്ടും നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയുക. അതൊരു വലിയ ബന്ധനമാണെങ്കിൽ നമ്മളതിൻ്റെ വിടുതലിനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വിശുദ്ധിയുടെ പടവിൽ, അതായത് അനുദിന അനുതാപം, അനുദിന മാനസാന്തരം, അനുദിനം പരിശുദ്ധാത്മാവിൽ കൂടുതൽ ശക്തി പ്രാപിക്കലും കർത്താവുമായി ആ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക്
കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ബ്രദറെ, ഈ മാനസാന്തരം നമുക്ക് മാനസാന്തരാനുഭവത്തിലേക്ക് നിരന്തരം കടന്നു വരാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും നമ്മുടെ യുദ്ധമാണ്. ഈ യുദ്ധം നമ്മുടെ ആത്മാവിൽ ഹൃദയത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നമ്മളുടെ തിന്മ അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ നന്മയും തിന്മയുടെ യുദ്ധത്തിൽ ആരാദ്യം ജയിക്കും? അതുകൊണ്ട് പൗലോസ്ലീഹ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക 4-ാം അധ്യായം 22-ാം വചനത്തിൽ, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ. ഇന്ന് പല വ്യക്തികളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആസക്തികളാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂലപാപങ്ങൾ. ഇന്ന് മൂലപാപങ്ങളാണ് പല വ്യക്തികളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂലപാപങ്ങളിൽ 3 ആസക്തികളുണ്ട്. നമുക്കറിയാം, ദ്രവ്യാസക്തി, ജഡികാസക്തി, ഭോജനാസക്തി. ഏതെങ്കിലുമൊക്കെ ആസക്തികൾ നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ ആ ഭരണത്തിൻ്റെ കീഴിലായി പോവുക, അടിമയായി പോവുക. അപ്പോൾ നമുക്ക് ഈ മാനസാന്തരത്തിൻ്റെ അവസ്ഥ കിട്ടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മൾ ഈ കുമ്പസാരത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന പാപങ്ങളുടെ അടിവേരുകൾ അവിടെ കിടക്കുക. എക്സാമ്പിൾ, മരം വളർന്നു, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നമുക്കറിയാം, അത് വെട്ടിക്കളയും, അതിന് കുറ്റിയും വേരെ കൂടെ നിൽക്കും. ചെറിയൊരു നനവ് കിട്ടി കഴിയുമ്പോൾ ഈ കുറ്റി വീണ്ടും അവിടെ കിളിർത്ത് വരും. ഇത് തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അവസ്ഥ. ധ്യാനം കൂടി, കുമ്പസാരിച്ചു, നമ്മുടെ പാപമാകുന്ന മരമെല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷേ ഈ അടിവേരോടെ കിടക്കുന്ന കാരണം കൊണ്ട് ഈ പാപ സാഹചര്യങ്ങളിലൂടെ, പാപചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അടിവേരിലൂടെ ഈ പാപം വീണ്ടും വീണ്ടും കിളർത്ത് വരും. ഞാൻ അവർക്ക് ഒരു സഹോദരൻ പറഞ്ഞ കാര്യം, പള്ളി വിട്ട വീട്ടിലേക്ക് വന്നുള്ളൂ. ഭാര്യ പറഞ്ഞാൽ എന്താ അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ കയ്യിൽ 2500 റംസിന് മൊബൈൽ ഇരിക്കുന്ന എടുത്തിട്ട് ഒറ്റ വീക്ക 4 കഷ്ണമായിപ്പോയി. അത് അവനിലുള്ള വെറുപ്പിൻ്റെ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ഒരു മൂലഭാവമായിരുന്നു. കാര്യം പള്ളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നല്ല അഭിഷേകത്തിൽ വീട്ടിലേക്ക് വന്ന്, പക്ഷെ അവൻ്റെ ഹൃദയത്തിന് അവന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അവൻ്റെ മൂലഭാവം പൊങ്ങി വന്നു, അത് പ്രാവർത്തികമായ ജീവിതത്തിലേക്ക് വന്നു. ഇന്ന് പലരിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. മൂലപാപങ്ങൾ അവനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാപത്തിൻ്റെ അടിവേരുകൾ വേരോടെ പറിച്ചു കളയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ തിരുരക്തം ആ മേഖലയിലേക്ക് ഒഴുക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. വിശുകുർബാനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ കുർബാനയിൽ സമയപ്പെടും, ഈശോയെ ഇന്നത്തെ ദിവ്യബലി എൻ്റെ മൂലപാപങ്ങളുടെ അടിവേരുകൾ വേരോടെ പറിച്ചു കളയാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് നിരന്തരം മാനസാന്തരത്തിലായിരിക്കാൻ സാധിക്കും. ഞാൻ ആലോചിക്കുകയാണ് ബ്രദർ പറഞ്ഞ മൂലപാപങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് വിലയിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. എൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് വിലയിരുത്തേണ്ടത് ഞാൻ തന്നെയാണ്. ഒരു ആത്മാർത്ഥത നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? എന്നിൽ മൂലപാപങ്ങളുണ്ടോ? പലപ്പോഴും നമ്മളിലുള്ള കുറവുകൾ അംഗീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. അതാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ. അപ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിൽ നിന്നാണ് നമ്മളിൽ എത്രമാത്രം മാനസാന്തര അനുഭവമുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഞാൻ മാനസാന്തരപ്പെടേണ്ട, അനുദപിക്കേണ്ട പാപമേഖലകൾ എന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം നമ്മൾ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഞാൻ ആലോചിക്കുകയാണ്, പലപ്പോഴും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തെ അനുദിനം നമ്മളൊന്ന് ഉരച്ചു നോക്കണം. അൻ്റെ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ മൂലപാപങ്ങളോടൊപ്പം തന്നെ ഗലാത്യർക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഇവയാണ്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ആ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പലതും നമ്മളിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ശത്രുത, കലഹം, അസൂയ, കോപം, വിദ്വേഷം, ഇതെല്ലാം
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം അനുദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ എന്നിലുണ്ടെങ്കിൽ ആ കുറവുകൾ ഈശോയ്ക്ക് കൊടുക്കുക. ദൈവമേ, എന്നിൽ വിദ്വേഷമുണ്ട്, എന്നിൽ കോപമുണ്ട്, എന്നിൽ അസൂയുണ്ട്, എന്നിൽ മാത്സര്യ ചിന്തയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്, ഒരിക്കൽ അദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ കാർ ഓടിച്ച് പോവുക. അപ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് വേറൊരു കാർ മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് വന്നു. അദ്ദേഹം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറിന് കയറിപ്പോകാം. പക്ഷെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തില്ല, അദ്ദേഹം ഓടിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് വേദനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനൊന്ന് ചവിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പോകാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യമാണ്, നിന്നിൽ മാത്സര്യ ബുദ്ധിയുണ്ട്. അപ്പോൾ അത് ഒരു കുറവാണ്. പിന്നീട് അദ്ദേഹം പറയായിരുന്നു, ഞാൻ ഒത്തിരി നാൾ പിന്നീട് ആ ഒരു ചിന്ത, ആ ഒരു പാപം എന്നിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം സ്വപ്നം കാണുന്ന മാനസാന്തര അനുഭവം. അനുദിനം നമ്മളിലുള്ള കുറവുകൾ കണ്ടെത്തുക, അനുദപിക്കുക, കുമ്പസാരിക്കുക, ആ കുറവ് നികത്തപ്പെടാൻ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്ക് പകരം ആത്മാവിൻ്റെ ഫലങ്ങളാൽ ഗലാത്യ 5:22 നമ്മൾ വായിക്കുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഈ ഫലങ്ങളാൽ നിറയപ്പെടുന്ന അവസ്ഥ. ഇതാണ് മാനസാന്തരം, യഥാർത്ഥ മാനസാന്തരം. സോ അനുദിന മാനസാന്തരത്തിൽ നമ്മളുള്ള കുറവുകൾ കണ്ടെത്തി അത് ഈശോയ്ക്ക് കൊടുത്ത് പകരം ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയുമ്പോൾ അത് അനുദിന അനുതാപവും മാനസാന്തരവുമായിട്ട് മാറി ദൈവം സ്വപ്നം കാണുന്ന ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നിരന്തരം ഈ മാനസാന്തരാനുഭവം ലഭിക്കണമെങ്കിൽ ഈശോയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമുക്കറിയാം, ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ്. ഏറ്റവും നല്ല കൂട്ടുകെട്ടായിരിക്കും അവനെ ഏറ്റവും നല്ല ജീവിത രീതിയിലേക്ക് നയിക്കപ്പെടുന്നത്. മോശമായ കൂട്ടുകെട്ടുകൾ മോശമായ രീതിയിലേക്ക് നയിക്കും. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഈശോയുമായിട്ടൊരു കൂട്ടുകെട്ട് വേണം. ഈ കൂട്ടുകെട്ട് ലഭിക്കുന്നതാണ് കൗദാശിക ജീവിതത്തിലൂടെ. നമുക്കറിയാം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് യോഹന്നാനിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാം അധ്യായത്തിൽ 56-ാം വചനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നോക്കിയാൽ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ യേശുവുമായിട്ടൊരു കൂട്ടുകെട്ടിലേക്ക് വരാം, ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാം. ഞാനും അവനും ഒന്നിക്കുന്നൊരവസ്ഥ. അത് ഓരോ വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ബ്രദർ പറഞ്ഞതുപോലെ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഞാൻ യേശുവുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ, തിരുവോസ്തിരൂപനായ യേശു നാവിൻ തുമ്പത്ത് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, ഞാൻ ഈശോയുമായിട്ട് ഒരു കൂട്ടുകെട്ട് സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മൾ നിരന്തരം മാനസാന്തരത്തിൻ്റെ അവസ്ഥയായിരിക്കും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, കത്തോലിക് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായൊരു ബോധ്യമുണ്ട്. 1376-ാമത്തെ പാരഗ്രാഫിൽ ബ്രദർ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. സഭ ഇങ്ങനെ പഠിപ്പിക്കുന്ന കുർബാനയെക്കുറിച്ച്, അപ്പവും വീഞ്ഞും കൂദാശ ചെയ്യപ്പെടുമ്പോൾ അപ്പത്തിൻ്റെ മുഴുവൻ സത്തയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സത്തയാവുകയും വീഞ്ഞിൻ്റെ മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിൻ്റെ സത്തയാവുകയും ചെയ്യുന്ന ഒരു മാറ്റം സംഭവിക്കുന്നു. ഈ മാറ്റത്തെ സത്താഭേദമെന്ന് കത്തോലിക്ക സഭ വിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ കുർബാനയിലും യേശുവിൻ്റെ ശരീരമാകുന്ന ആ ദൈവിക ശക്തി എന്നിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, സഭയുടെ പ്രബോധനം ഇങ്ങനെയാണ്, ഓരോ കുർബാന സ്വീകരണത്തിലൂടെയും ഞാൻ എന്നിലുള്ള മാനുഷികമായ സത്ത മാറ്റിക്കൊണ്ട് ദൈവികമായ സത്തയാൽ നമ്മൾ നിറയണം. എന്താണ് മാനുഷികമായ സത്ത? ബ്രദർ നേരത്തെ പറഞ്ഞ അതേ വചന ഗലാത്യർക്ക് ലേഖനത്തിൽ 5-ാം അധ്യായം 19, നമ്മളുള്ള തിന്മയുടെ വെറുപ്പ്, വിദ്വേഷം, ദേഷ്യം, അതാണ് മാനുഷികമായ സത്ത. എന്താണ് ദൈവികമായ സത്ത? ഗലാത്യ അടുത്ത വചനങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സമാധാനം, ക്ഷമ, നന്മ, ദയ, വിശ്വസ്തത. അപ്പോൾ ഓരോ കുർബാന സ്വീകരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, തിരുവോസ്തിരൂപനായി എന്നിലേക്ക് കടന്നു വന്ന യേശുവെ, എന്നിലുള്ള മാനുഷികമായ സത്ത എടുത്തു മാറ്റി ദൈവികമായ സത്ത കൊണ്ട് തന്നെ നിറയ്ക്കണമേ. വെറുപ്പ്, വിദ്വേഷം, ദേഷ്യം, ഈശോയെ അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് നിൻ്റെ സ്നേഹം, സമാധാനം, ക്ഷമ, ആ ഫലങ്ങൾ കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവമായിരുന്നു. അപ്പം ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ യേശുവിൻ്റെ സ്വഭാവമായിട്ട് മാറുക. പിന്നെ എൻ്റെ സാന്നിധ്യം, എൻ്റെ സംസാരം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നു.
ഇത് തന്നെയാണ് നിരന്തരം മാനസാന്തര പ്രക്രിയയുള്ള വ്യക്തിയിൽ സംഭവിക്കേണ്ടതും. ബ്രദർ പറഞ്ഞ ആ കൗദാശിക ജീവിതത്തിൽ നമ്മൾ ആഴപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ, ഒത്തിരി മനോഹരമായ ജീവിതാവസ്ഥ. ഞാൻ ആലോചിക്കണം അതിനോട് ജസ്റ്റ് ഒന്ന് ചേർക്കാനായിട്ട്. ഈശോ പറഞ്ഞ ഒരു വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ നമ്മളിൽ ഇങ്ങനെയുള്ള പാപാവസ്ഥകളുള്ളപ്പോൾ കൗദാശിക ജീവിതത്തോടൊപ്പം തന്നെ നമ്മൾ ദൈവവചനം നമ്മൾ നിരന്തരം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മളിലുള്ള ഇതുപോലുള്ള പാപ അവസ്ഥകളെ ആ വചന നിമിത്തം വിശുദ്ധീകരിക്കാനായിട്ട് ദൈവം തീരുമാനമാകും. ഞാൻ ആലോചിക്കുകയാണ്, പണ്ട് ഇതുപോലെ തന്നെ ഒത്തിരി എൻ്റെ ഒരു ആത്മീയ സുഹൃത്തിനോട് പറയുകയായിരുന്നു, ഒത്തിരി പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവം. നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ താഴ്ത്തിറഞ്ഞ് 4 കഷ്ണമായ ആ അവസ്ഥ പോലെ തന്നെ ഒത്തിരി പെട്ടെന്ന് ദേഷ്യം വരുന്നൊരവസ്ഥ ഉള്ള ഒരു വ്യക്തി. അദ്ദേഹം പറയുമായിരുന്നു, വെച്ചാൽ ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന. അപ്പം അദ്ദേഹം ഒരു ധ്യാനം കൂടിയപ്പോൾ അവിടെ കേട്ട ഒരു വചനത്തിൻ്റെ ബേസിൽ അദ്ദേഹത്തിന് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ആ ഒരു വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അങ്ങ് സ്പർശിച്ചു. അപ്പോൾ അന്നു മുതൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ വചനത്തിൻ്റെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ 29-ാം വാക്യം, അവിടെ ആ വചനത്തിൻ്റെ യോഗ്യതയാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. കർത്താവ്, ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എന്നിലുള്ള ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം അങ്ങ് എടുത്തു മാറ്റണമേ. അദ്ദേഹം പറയാണ്, 3 മാസത്തോളം അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വലിയ ശാന്തത വന്നു. പ്രൈസ് ലോർഡ്. അപ്പം ഇതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. അതുപോലെ 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അപ്പം ഇതുപോലെ ദൈവവചനം നമ്മളിലുള്ള മൂലപാപങ്ങളായാലും അല്ലെങ്കിൽ നമ്മളിലുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങളായാലും ആ അവസ്ഥ കണ്ടെത്തി ആ അവസ്ഥ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് അതുപോലെ നല്ല കുമ്പസാരത്തിലൂടെ നല്ല കൗദാശിക ജീവിതം നയിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുമ്പോൾ ദൈവം ഒരു വിശുദ്ധനും വിശുദ്ധിയുമാക്കി നമ്മൾ ഓരോരുത്തരെയും മാറ്റും. അത് കുറച്ചു പേർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഒരു വിശുദ്ധനും വിശുദ്ധയുമായിട്ട് മാറുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനത്തിൽ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് 23:4 മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തീർച്ചയായിട്ടും ഈശോ നമ്മോട് കൂടെയുണ്ട്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവമായിട്ട് വസിക്കുന്നുണ്ട്. ആ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ഈശോയുമായിട്ട് ഹൃദയത്തിലൂടെ സംവാദം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞതുപോലെ വചനം വായിക്കുമ്പോൾ ഈശോ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുക. അപ്പോൾ കൗദാശിക ജീവിതത്തിലൂടെയും വിശുദ്ധ ബൈബിൾ വായനയിലൂടെയും നിരന്തരം യേശുവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് നിരന്തരം പശ്ചാത്താപത്തിലേക്ക്, നിരന്തരം മാനസാന്തരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനായി, ഒരു മകളായി നമുക്ക് ജീവിക്കാം. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന